ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഖുനാഫ തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഖുനാഫ ഡോ 150 ഗ്രാം, ക്രീം 1 കപ്പ്, ട്രയാങ്കിൾ ചീസ് 4 എണ്ണം, പാൽ 1/4 കപ്പ്, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ ഷുഗർ, റോസ് വാട്ടർ 1/2 ടീസ്പൂൺ, മെൽറ്റഡ് ബട്ടർ 100 ഗ്രാം, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം, 1/2 കപ്പ് പഞ്ചസാര, ഗാർണിഷിന് വേണ്ടിയിട്ട് പിസ്താഷ്യോ പൊടിച്ചതും. ആദ്യം നമുക്ക് ഖുനാഫയിൽ നിന്ന് ഒരല്പം എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഏകദേശം 150 ഗ്രാമോളം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് മാറ്റാം. ഇതേ കണ്ടില്ലേ, ഇതിൽ അങ്ങനെ തന്നെ പകുതി തന്നെ കിടപ്പുണ്ട്. നമുക്ക് ഏകദേശം പകുതിയോളം എടുത്താൽ മതിയാകും. ഇത് ഷ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാനിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തും നിരത്തി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ നൂല് പോലെ കിടക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഒരു സോസ് പാനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം, 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു 6 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടുകയും വേണം. ഇപ്പം നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്രീം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ക്രീമിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസും ഉപയോഗിക്കാം. ഈ ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഒരു സോസ് പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ല തിക്കായി കിട്ടണം. ഇപ്പൊ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ക്രീമും ചീസും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം നന്നായിട്ട് ഇത് ഒരു 2 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനം ചേർക്കേണ്ടത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടർ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പാനിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡോ നിരത്തി കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ നിരത്തി കൊടുക്കണം. ക്രീം അടിയിൽ പോകാത്ത രീതിയിൽ വേണം നിരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്രീം ഇപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ആവാത്ത രീതിയിൽ വേണം ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രീമിന് ശേഷം നമുക്ക് വീണ്ടും ഇതിന് മുകളിൽ ഡോ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഡോ വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പാൻ ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അടച്ച് വെച്ച് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കാണാൻ പറ്റും. ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതൊരു തവയിൽ ആദ്യം ബട്ടർ ഗ്രീസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതും നമുക്കൊരു സൈഡ് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കുനാഫ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ക്രീം കൂട്ട് അല്പം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ്താഷ്യോ പൊടിച്ചത് സ്പ്രിങ്കിൾ ചെയ്യാം. ഇങ്ങനെയൊന്നും ചെയ്യണം നിർബന്ധമില്ല. ജസ്റ്റ് പിസ്താഷ്യോ വിതറി കൊടുത്താലും മതി. നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യാനുസരണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. Please subscribe to my channel and thank you for watching.